അതോടൊപ്പം തന്നെ നീണ്ടകരയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി എസ് വിനീഷ് കൂടിയാണ് ചേരുന്നത്. വിനീഷ്, തെരച്ചിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കാര്യക്ഷമമായി തന്നെയാണ് അവിടെ മുതലപ്പുഴയിൽ ഉൾപ്പെടെ ഈ തെരച്ചിൽ നടക്കുന്നത്. എന്താണ് നീണ്ടകരയിലെ സാഹചര്യം? അഭിലാഷ്, നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ ഗൗതം കൃഷ്ണനായുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തുടരുകയാണ്. ജൂലൈ 31-നാണ് ഗൗതം മത്സ്യബന്ധനത്തിനിടയിൽ വള്ളം മറിഞ്ഞ് കടലിൽ അകപ്പെട്ടത്. ഗൗതമിനോടൊപ്പം രണ്ടുപേരുണ്ടായിരുന്നു. ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനുമാണ്. ഇവരുടെ മൃതശരീരം പിന്നീട് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സംഭവം നടന്ന് 12 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയും ഗൗതമിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. കാരണം സംഭവം നടന്ന് 7 ദിവസം കടന്നിട്ടും തെരച്ചിലുകൾ തൃപ്തികരമല്ല, അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ മാതാവ് നീണ്ടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ വാർത്തയായി മാറുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുകയും ഉടൻ തന്നെ പ്രശ്നപരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ, അതായത് 9, 10, 11 ദിവസങ്ങളിൽ നേവിയുടെ സഹായത്താൽ വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ നടന്നിരുന്നു. INS കൽപ്പേനി അടക്കമുള്ള സന്നാഹങ്ങൾ എത്തുകയും തെരച്ചിലുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിച്ച് നടന്ന ഒരു തെരച്ചിലിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. കാരണം ഈ 11ാമത്തെ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദഗ്ധ സംഘം, സ്കൂബ സംഘം, നേവിയുടെ സ്കൂബ സംഘം അടക്കം ആഴങ്ങളിൽ തിരച്ചിലുകൾ നടത്തിയിരുന്നു. പക്ഷേ ഈ ഗൗതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായി പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് അഭിലാഷ്. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് ശരിക്കും ഈ കുടുംബത്തെ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്യമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ 12 ദിവസം പിന്നിട്ടപ്പോഴാണ്, അതായത് ഇന്നലെയാണ് മുഖ്യമന്ത്രി ഈ ഗൗതമിന്റെ വീട്ടിലെത്തുകയും ഗൗതമിന്റെ മാതാവിനെ കാണുകയും ആശ്വാസവാക്കുകൾ പറയും ഒക്കെ ചെയ്തത്. പക്ഷേ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടിനെ വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു കുടുംബം രംഗത്ത് വന്നിരുന്നത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി എത്തുകയും എല്ലാ സഹായങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലത്തീൻ സഭയുടെ ഒരു പരസ്യമായിട്ടുള്ളൊരു നിലപാട്. മുഖ്യമന്ത്രിക്കെതിരെ കുടുംബം രംഗത്ത് വരുമ്പോൾ ലത്തീൻ സഭ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അനുകൂലമായിട്ട് ഉള്ള പിന്തുണ, മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ലത്തീൻ സഭാ നേതൃത്വം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. സംഭവം ഈ വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് തന്നെ ഫിഷറീസ് മന്ത്രി കുടുംബത്തെ സന്ദർശിക്കാൻ എത്തുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് അഭിലാഷ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.